അപ്പോൾ നമുക്ക് വൈകുന്നേരം ഇപ്പോൾ കുറച്ച് വലിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു കിടുക്കാച്ചി മീൻ കറി എങ്ങനെ വെക്കണമെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് 4-5 തവണ കഴുകി വെച്ച ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തക്കാളി, പച്ചമുളക് ഇത്രയും അങ്ങനെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്ന ശേഷം കടുക്, ഉലുവ ഇത്രയും ചേർത്ത് പൊട്ടിച്ചു. കടുക് ഉലുവ നന്നായി പാകം വന്ന ശേഷം ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ തക്കാളി ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അങ്ങ് ചേർത്ത് നന്നായി അങ്ങ് വഴറ്റിയെടുത്തു കേട്ടോ. എനിക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഇത്തിരി കളറിനായിട്ട് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ച സ്മെല്ലങ്ങ് മാറുന്ന വരെ നന്നായി അങ്ങ് ഇളക്കി കൊടുത്തു. നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിരുന്നു തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് അത് ഉടഞ്ഞ് വന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുത്തു. ശേഷം നല്ല തിളച്ച വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് പുളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. ഗ്രേവി കിടന്ന് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പകുതി വേഗമായപ്പോഴത്തേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചിറ്റിച്ചെടുത്ത് വീണ്ടും ബാക്കി വേവാനായിട്ട് വെച്ചു. നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി ആവശ്യത്തിനായി നമ്മുടെ മീനൊക്കെ പാകമായപ്പോഴത്തേക്കും വീണ്ടും കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചിറ്റിച്ചെടുത്തു കേട്ടോ. നല്ല സൂപ്പർ മീൻകറി കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നല്ല അടിപൊളി കിടുക്കാച്ചി മീൻകറി കേട്ടോ.